ഓമന തിങ്കൾ കിടാവോ നല്ല. ഈ താരാട്ട് പാട്ട് രചിച്ചത് ആരാണ്? ആ കവിയാണ് ചങ്ങമ്പുഴ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ ചേലിൽ വിരിഞ്ഞ മധുവോ. ഈ പാട്ട് കേട്ട് പിള്ളേർ ഉറങ്ങിയിട്ടുണ്ടോ? നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോറാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മദീന സ്റ്റോർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കരവാരത്താണ്. കരവാരം ഹൈസ്കൂളിന് സമീപമാണ് അല്ലേ? അപ്പം ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. അത് നമ്മുടെ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസുകളെല്ലാം പാദരക്ഷകൾ ഉൾപ്പെടെ മിതമായ വിലയിൽ ലഭിക്കുന്ന സ്ഥാപനമാണ്. അവിടെ പോയിട്ടുണ്ടോ മദീന സ്റ്റോറിൽ? എങ്ങനെയുണ്ട് അവിടുത്തെ സാധനം? ഇത് നല്ല നല്ല ഇടപെടാനും എല്ലാം കൊണ്ടും നല്ല ആളാണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ഓമന തിങ്കൾ കിടാവോ നല്ല കോമള ഏതാണ്? അത് ഒന്ന് എല്ലാവരും താരാട്ടോട്ട് പാടിയിട്ടുള്ളത് ഒന്ന് പാടാം. ഓമന തിങ്കൾ കിടാവോ നല്ല താമര താമര പോവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണ്ണേന്ദു തൻ്റെ നീലാവോ. അപ്പോൾ എന്തായാലും നമ്മളെ മക്കളെ എല്ലാം പാടി ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു താരാട്ട് പാട്ടായിരുന്നു ഇത് എല്ലാ അമ്മമാരും പാടിയിട്ടുള്ളതാണ്. ഈ ഓമന തിങ്കൾ കിടാവോ എന്ന ഈ താരാട്ട് പാട്ട് രചിച്ചത് ആരാണ്? പറഞ്ഞു കൊടുക്ക. അറിഞ്ഞൂടല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ താരാട്ട് പാട്ട് എഴുതിയത് മറ്റ് ഒരാളാണ്, ONV അല്ല. ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ്. നിങ്ങളുടെ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി, അതുപോലെ തന്നെ സ്കൂളിലെ നമ്മൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും അവിടെ ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമാണ്: ഓമന തിങ്കൾ കിടാവോ എന്നൊരു താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിയിട്ടുണ്ടോ? അമ്മ പാടിത്തന്ന് ഉറങ്ങിയിട്ടുണ്ടല്ലേ? ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ താരാട്ട് പാട്ട് രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. ഉള്ളൂരസ് പരമേശ്വരയ്യർ. ഉള്ളൂരുമല്ല, ONVയുമല്ല, മറ്റൊരാളാണ്. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് രചിച്ചത് ആരാണ്? എനിക്കറിഞ്ഞിട്ടേ പാടി തന്നെ അറിയത്തില്ല. അപ്പോൾ കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. മദീന സ്റ്റോർ അറിയാലോ? മദീന സ്റ്റോർ അറിയാം. എങ്ങനെയുണ്ട് അവിടുത്തെ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ്? നല്ല ഇത് തന്നെ, വിലക്കുറവാണ്. വില കുറവ് തന്നെ. അപ്പോൾ എന്തായാലും മറ്റൊരു അവസരത്തിൽ ഇതിലും മനോഹരമായിട്ടൊരു സമ്മാനം നേടാം. അല്ല, ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് പാടി കുട്ടികൾ ഉറക്കിയിട്ടുണ്ടോ? ഉറക്കിയിട്ടുണ്ടോ? അത് രചിച്ചതാരെന്നറിയാം? അറിയില്ല. ആരാണ്? ചങ്ങമ്പുഴയല്ല. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കവിയാണ്. അറിയില്ല. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് പാടി നമ്മൾ കുട്ടികളെയൊക്കെ ഉറക്കിയിട്ടുണ്ട്, അമ്മമാരെല്ലാം ഉറക്കിയിട്ടുണ്ട്. അതിന്റെ രചയിതാവാരെന്നറിയാം? രചയിതാവ് ഓമന തിങ്കൾ കിടാവോ നല്ല താമര കോമള പൂവോ ചേലിൽ വിരിഞ്ഞ മധുവോ പൂർണ്ണേന്ദു മറന്നു കേട്ടാ, കുറെ വർഷങ്ങളായില്ലേ. ശരി. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് അറിയാലോ? കുഞ്ഞിനെ പാടി ഉറക്കുന്നതാണല്ലോ.
അതിൻ്റെ രചയിതാവ് ആരാണ്? അറിയത്തില്ല. അപ്പോൾ കുഞ്ഞിനെ താരാട്ട് പാട്ടി ഉറക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇരയിമ്മൻ തമ്പിയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ കുഞ്ഞായിരുന്ന കാലയളവിൽ മാതാവ് ഇരയിമ്മൻ തമ്പിയോട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് അദ്ദേഹം ഈ ഓമനത്തിങ്കൽ കിടാവോ എന്ന ആ താരാട്ടുപാട്ട് അമ്മമാർ പാടുന്നൊരു ഈണത്തിലാണ്. പാടാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ഈണത്തിൽ ഈ ഒരു താരാട്ട് പാട്ട് രചിച്ചത്. അതിനകത്ത് ഉറങ്ങ് എന്നുള്ള തരത്തിലുള്ള യാതൊന്നും ആ താരാട്ട് പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.